ഹലോ ഗൈസ്, വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ. രാവിലെ ഇന്ന് ഞായറാഴ്ചയായിട്ട് എന്താ പരിപാടി? ഇന്ന് പ്രത്യേകിച്ചൊന്നും ഉണ്ടാക്കാൻ പോയില്ല. ഇന്ന് ഗോതമ്പ് ദോശയാണ് ചുട്ടത്. പിന്നെ അത് കഴിഞ്ഞ് ഉച്ചക്കലത്തെ തീയലിനുള്ള വറയായിരുന്നു. ഇന്ന് ലേറ്റായിട്ടാണ് സത്യം പറഞ്ഞാൽ എഴുന്നേറ്റത്. രാവിലെ തീയലിനുള്ള കഷ്ണങ്ങളെല്ലാം അരിഞ്ഞ് അപ്പോൾ അമ്മ പറഞ്ഞു, ഇന്ന് നിൻ്റെ ചോയ്സാണ്, ഇന്ന് നീ കൊഞ്ച് തീയൽ വെച്ചാൽ മതി. അമ്മ കൊഞ്ചെല്ലാം നല്ല വൃത്തിയാക്കി വെച്ചിട്ടുണ്ടായിരുന്നു തലേന്ന് തന്നെ. അത് ഞാൻ കൂട്ടാൻ വെക്കാനായിട്ട് പോവാണ്. അപ്പം ഞാനിങ്ങനെ വർത്തമാനമൊക്കെ പറഞ്ഞുകൊണ്ട് ഇങ്ങനെ ഇരിക്കുകയാണ്. ഞാൻ പറയുമായിരുന്നു, നമ്മുടെ സബ്സ്ക്രൈബേഴ്സൊക്കെ 200 സംതിങ് ആയി. പക്ഷേ ഞാൻ എല്ലാവരോടും പറഞ്ഞിട്ടും പഴയ രീതി തന്നെയാണ് ഇപ്പോഴും. നമ്മളെക്കൊണ്ട് സബ്സ്ക്രൈബ് ചെയ്യിപ്പിച്ചിട്ട് ചിലർ അൺസബ്സ്ക്രൈബ് ആക്കി പോകുന്ന ആൾക്കാരുണ്ട് എന്ന് ഞാനിങ്ങനെ വർത്തമാനമൊക്കെ പറഞ്ഞ് ഞാനിങ്ങനെ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. കാരണം ഇന്ന് നോക്കുന്ന അതേ സബ്സ്ക്രൈബർ ആയിരിക്കും നാളെ ചിലപ്പോൾ 8-9 എണ്ണം കൂടും. നമുക്കറിയാൻ പറ്റും നമുക്ക് ചെയ്ത് ആ ഒരു പെട്ടെന്ന് പോകുമ്പോഴും. അതൊക്കെ പറഞ്ഞിങ്ങനെ നിന്ന് തീയലിനുള്ള പണിയും നടന്നു. കൂട്ടത്തിൽ തീയലൊക്കെ വെച്ചു. അത് കഴിഞ്ഞ് ഞാൻ പെട്ടെന്ന് കൊഞ്ച് ഫ്രൈ വേണമായിരുന്നു. അത് അവൾക്ക് ഭയങ്കര ഇഷ്ടമാണ്, കുഞ്ഞിന്. അപ്പോൾ അത് ഞാൻ അങ്ങോട്ട് പുരട്ടി അങ്ങോട്ട് മാറ്റി വെച്ചു. അത് കഴിഞ്ഞ് അവിടെ കിടന്ന പാത്രങ്ങളെല്ലാം എടുത്ത് കഴുകി. അപ്പോൾ ഞങ്ങളുടെ അമ്മ വെളിയിൽ നിന്ന് ഇറങ്ങി വന്നിട്ട് പറയുക, അയ്യോ നീ എന്തുവാടി കാണിക്കുന്നത്? പിന്നെ ഒന്നെങ്കിൽ നീ അവിടെ ചെയ്യുക, അല്ലെങ്കിൽ വീഡിയോ പിടിക്കുക. അപ്പം ഞാൻ പറഞ്ഞാൽ രണ്ടും കൂടെ നടക്കട്ടെ, അമ്മ കൂടുതൽ വർത്തമാനമൊക്കെ പറയാതെ അമ്മ പോയി ജോലി ചെയ്യ് എന്നൊക്കെ പറഞ്ഞ് ഓടിച്ച് വിട്ട്. പുറം പണിയായിരുന്നു. അപ്പോൾ കുറച്ച് പനീർ ഇരിപ്പുണ്ടായിരുന്നു, അത് നമ്മുടെ റിക്കിച്ചായന് കൊടുത്തു. അത് കഴിഞ്ഞതാ ഞാൻ വെളിയിലോട്ടൊന്ന് ഇറങ്ങി. വെളിയിലോട്ട് ഇറങ്ങിയപ്പോൾ കേട്ട കാഴ്ചയാണ് ഇതൊക്കെ. വെളി വൃത്തിയാക്കാൻ പോകാമെന്ന് പറഞ്ഞാൽ അവിടെ ഇരിക്കുക. എന്നിട്ട് ആ കുരുപ്പനോട് പറയുക, ഇതേ എൻ്റെ വീഡിയോ ഒന്നും എടുത്ത് ഇട്ടേക്കില്ലേ എന്ന്. അത് കഴിഞ്ഞ് ഞാൻ നമ്മുടെ പൂച്ചക്കുട്ടന്മാരുടെയൊക്കെ ഫോട്ടോ ഒക്കെ എടുത്ത് വീഡിയോ ഒക്കെ എടുത്ത് ഇങ്ങനെ വരികയായിരുന്നേ. അപ്പം ഞാൻ വേറൊരു കാഴ്ച കാണിച്ചേ. മീനൂട്ടി, ഇതാണ് നമ്മുടെ മീനൂട്ടി. ആന്തത്തെയാണ്, പക്ഷെ മീനൂട്ടി ചക്കരക്കുട്ടി കൊത്തല്ലേ എന്ന് പറഞ്ഞിരിപ്പാണ്. കുറച്ച് നേരം നമുക്ക് അവിടെ വർത്തമാനം കേട്ടാലോ. അത് കഴിഞ്ഞ് ഞാൻ നേരെ വൈകിട്ട് പോയത് മുടിയൊന്ന് വെട്ടിക്കാമെന്ന് വിചാരിച്ചാണ്. 1 വർഷത്തിൽ കൂടുതലായി മുടിയൊന്ന് വെട്ടിച്ചിട്ട് നിറയെ മുടി പോകുന്നുണ്ടായിരുന്നു. ഞാനും എൻ്റെ ചേച്ചിയും കൂടാണ് പോയത്. ഇഷ്ടംപോലെ മുടി പൊഴിയുന്നുണ്ട്. അപ്പം മുടി എന്താണേലും നല്ല രീതിയിലൊന്ന് വെട്ടിയേക്കാന്നൊക്കെ വിചാരിച്ച മുടിയെല്ലാം വെട്ടിക്കൊണ്ടിരിക്കുകയാണ്. ഇതാണ് ലാസ്റ്റ് ലുക്ക്. അടിപൊളിയല്ലേ? എല്ലാവർക്കും ഇഷ്ടപ്പെട്ടില്ലേ? എനിക്ക് ഇഷ്ടപ്പെട്ടു കേട്ടോ, ഒരുപാട് ഇഷ്ടപ്പെട്ടെ. ആദ്യത്തെ പ്രാവശ്യം ചെയ്തപ്പോൾ തന്നെ എനിക്കൊരു കോൺഫിഡൻസ് ഉണ്ടായിരുന്നു. അതുകൊണ്ടാണ് ഞാൻ രണ്ടാമതും പോയി ചെയ്തത്. 1 വർഷമായി ചെയ്തിട്ട്, പക്ഷെ മുടി വളർന്നായിരുന്നു എൻ്റെ നല്ലതായിട്ട്. പിന്നെ അത് കഴിഞ്ഞ് എനിക്ക് വീഡിയോസും ഫോട്ടോസൊക്കെ അവിടെ നിന്ന് അവരെയൊക്കെ എടുത്തു തന്നു. നല്ല ഭംഗിയുണ്ടായിരുന്നു. പക്ഷേ ഈ ഒരു ലുക്ക് നമുക്ക് പിറ്റേന്ന് കിട്ടണം എന്നില്ല, ഈ സ്ട്രൈറ്റൻ ലുക്ക്. പക്ഷേ വേവിയായിട്ട് കിടന്നോളും കേട്ടോ. എൻ്റെ കുറച്ച് ചുരുണ്ട മുടിയും കൂടെ ആയതുകൊണ്ട് കുറച്ച് വേവിയായിട്ട് കിടന്നോളും, കുഴപ്പമൊന്നുമില്ല. അത് കഴിഞ്ഞ് അടുത്തത് ചേച്ചിയുടെ ഊഴമായിരുന്നു. അവൾക്ക് ഈ ഫ്രെയിമിലൊന്നും വരുന്ന തീരെ താല്പര്യമില്ല, എന്നാലും ഞാൻ എടുത്തു. മുടിയെല്ലാം വാഷ് ചെയ്ത് എൻ്റെയോ എടുക്കാൻ പറ്റിയില്ല. ആ സമയത്ത് അവൾ ഫേസ് പാക്ക് ഇടാൻ പോയിരുന്നു. ആ സമയത്താണ് ഞാൻ എൻ്റെ എടുത്തിരുന്നത്. പക്ഷേ എനിക്ക് തോന്നുന്നു എനിക്ക് അവൾക്ക് ചെയ്ത സർവീസിനേക്കാളും കുറച്ചുകൂടെ എനിക്ക് നന്നായിട്ട് എനിക്ക് ഫീൽ ചെയ്തു. എൻ്റെ കണ്ടപ്പോൾ തന്നെ അവൾക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ടു. അതേ രീതി ചെയ്യാനായിരുന്നു. ഒരുപാട് അവൾ ഷോർട്ടാക്കണ്ടെന്ന് പറഞ്ഞായിരുന്നു. പക്ഷേ എനിക്ക് ആ കുട്ടി അത്ര ചെയ്ത് എനിക്ക് അത്ര അങ്ങോട്ട് പെർഫെക്റ്റായിട്ട് ഇഷ്ടപ്പെട്ടില്ല. പക്ഷേ എൻ്റെ ചെയ്ത് തന്നാൽ അവൾ നല്ല അടിപൊളിയായിട്ട് ചെയ്ത് തന്നായിരുന്നു കേട്ടോ. പക്ഷെ കൊള്ളാം. ഇത് നേരത്തെ ചേച്ചി ചെയ്തിട്ടുണ്ട് ഈ കട്ട്, അതുകൊണ്ട് തന്നെ കുഴപ്പമൊന്നും ഇല്ലായിരുന്നു. സാറ്റിസ്ഫൈഡാണ്. പിന്നെ അത് കഴിഞ്ഞ് ഞങ്ങൾ കുറച്ച് ഫോട്ടോസൊക്കെ എടുക്കാനായിട്ട് പോയി. കൊള്ളാവോ എന്നൊക്കെ നോക്കുമായിരുന്നു. ഇത് നേരത്തെ അവൾ ചെയ്ത കട്ടാണെന്നാണ് എന്നോട് പറഞ്ഞത്. പിന്നെ ഞാൻ കുറച്ച് എൻ്റെ സെൽഫിയൊക്കെ എടുത്തു. അത് കഴിഞ്ഞ് ഞങ്ങൾ അവിടെ നിന്ന് ഇറങ്ങി. വൈകുന്നേരം ആയപ്പോഴത്തേക്ക് ഒരു 5:30 ആയി കാണും വന്നപ്പോൾ. നേരെ പോയത് ഹരിപ്പാട്ട് അമ്പലത്തിലേക്കാണ്. ഇന്ന് തൈപ്പൂയമായിരുന്നു. അപ്പോൾ ഉച്ചയ്ക്ക് പോയത് കാരണം നേരത്തെ നമുക്ക് ഇനി വരണമല്ലോ, തിരക്കൊക്കെ ആയിരിക്കും. അങ്ങനെ കുറച്ച് നേരമൊക്കെ ഞങ്ങളത് കണ്ട് തിരിച്ച് വീട്ടിൽ വന്നു. അപ്പോൾ ഇന്ന് ഇത്രയേ ഉള്ളൂ. ടാറ്റാ.